നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നാളെയാണ് അക്ഷയതൃതീയ. നാളത്തെ ദിവസം ചന്ദ്രൻ, വ്യാഴം, ശുക്രൻ, ബുധൻ എന്നീ ഗ്രഹങ്ങൾ രാശിമാറ്റത്തിനൊരുങ്ങുകയാണ്. ഇതിൻ്റെ ഫലമായി 24 വർഷങ്ങൾക്ക് ശേഷം നാളെ ഈ വർഷം 2025 ഏപ്രിൽ 30 നാളെ ബുധനാഴ്ചയാണ്. അന്നേ ദിവസം അക്ഷയതൃതീയ ദിനത്തിൽ പഞ്ചമഹായോഗം, മാളവ്യയോഗം, ആദിത്യയോഗം എന്നിവ രൂപം കൊള്ളാൻ പോകുന്നു. ഇതിൻ്റെ ഫലം നിങ്ങൾക്ക് തന്നെ നാളത്തെ ദിവസം മുതൽ ജീവിതത്തിൽ തെളിവാകുന്നതാണ്. സാമ്പത്തികമായി മാറ്റമുണ്ടാകുന്നതാണ്. ജോലിയിൽ നിലനിന്നിരുന്ന ബുദ്ധിമുട്ടുകൾ അകലുന്നതാണ്. സാമ്പത്തികമായി മാറ്റമെന്ന് പറയുമ്പോൾ പല വിധത്തിൽ സമ്പത്തുകൾ എത്തുന്നതിന് തടസ്സങ്ങളുള്ളതൊക്കെയും മാറ്റപ്പെടുന്നതാണ്. അതായത് ഒരു ലോണിന് ചെന്ന് കഴിഞ്ഞാൽ അവിടെ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ ആർക്കെങ്കിലും പണം കടം കൊടുത്തു കഴിഞ്ഞാൽ പോലും അത് തിരികെ കിട്ടാൻ സാധിക്കും. നമ്മുടെ പണം തന്നെ നമ്മൾ വേറൊരാൾക്ക് കൊടുത്താൽ അത് തിരികെ കിട്ടണമെങ്കിൽ അയാളുടെ അടുത്ത് നിന്ന് യാചിക്കേണ്ടതായ അവസ്ഥ, ഇതൊക്കെയും സാമ്പത്തികമായൊരു മന്ദത ഉള്ള അവസ്ഥയായതിനാലാണ് വന്നു ഭവിച്ചത്. നാളെ അക്ഷയതൃതീയ ദിനത്തിൽ ഇതിനൊരു മാറ്റം വന്ന് ഭവിക്കാൻ തുടങ്ങുകയാണ്. അവിടെ 4 ഗ്രഹങ്ങളാണ് രാശിമാറ്റത്തിനായി ഒരുങ്ങുന്നത്. ഇതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഈ പഞ്ചമഹായോഗമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രയാസങ്ങളെ നീക്കുകയും വളരെയധികം ഭാഗ്യത്തെ നൽകാൻ കെൽപ്പുള്ളവയുമാണെന്നത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നാളെ അക്ഷയതൃതീയ ദിനത്തിൽ ക്ഷേത്രത്തിൽ പോകാൻ കഴിയുന്നവർ തൊട്ടടുത്തുള്ള ഏത് ക്ഷേത്രത്തിൽ, ഏത് മൂർത്തിയുടെ അടുത്തായാലും, ഏത് ഭഗവാന്റെ അടുത്തായാലും, ഏത് ഭഗവതിയുടെ അടുത്തായാലും പോയി പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ച് അർച്ചനയോ വഴിപാടുകളൊക്കെ കഴിപ്പിച്ച് മുന്നോട്ട് പോയാൽ വളരെയധികം നേട്ടമാണ്. കൂടാതെ നാളത്തെ ദിവസം സ്വർണത്തിനൊക്കെ വളരെ വലിയ വിലയാണ്, നമ്മൾക്ക് ഏവർക്കും അറിയാം. എങ്കിൽ പോലും സ്വർണമോ വെള്ളിയോ എന്തെങ്കിലും വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് നല്ല കാര്യം തന്നെ. കൂടാതെ നാളത്തെ ദിവസം നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിനൊക്കെ പുറത്തു പോവുകയാണെങ്കിൽ തിരിച്ചു വരുമ്പോൾ കയ്യും വീശി വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഒരു വീട്ടിൽ കൊച്ചുങ്ങളുണ്ടെങ്കിൽ അവർക്കൊരു മുട്ടായി എങ്കിൽ പോലും അതെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരണം. ഒരു രീതിയിൽ, അതായത് നമ്മൾ നാളത്തെ ദിവസം ഒരു ബന്ധുഗൃഹത്തിൽ പോകുന്നു അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുന്നു, അപ്പോൾ പോകുമ്പോൾ ആ കയറി ചെല്ലുന്നിടത്തായാലും വെറും കൈയോടെ ചെല്ലാതിരിക്കുക. പിന്നെ കഴിവതും ഗൃഹത്തിലേക്കുള്ള കാര്യം പറയുകയാണെങ്കിലും പുറത്ത് പോയിട്ട് തിരികെ വരുമ്പോൾ ഒന്നും അല്ലെങ്കിൽ ഒരു നാളികേരം, അല്ലെങ്കിൽ അല്പം കർപ്പൂരം, അല്ലെങ്കിൽ ഇച്ചിരി പഴം തുടങ്ങി എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഗൃഹത്തിലേക്ക് പ്രവേശിക്കാവൂ. അപ്പോൾ കൂടാതെ ഞാൻ മുന്നേ ഉള്ള വീഡിയോയിൽ പറഞ്ഞു, ഇന്നത്തെ ദിവസം വൈകിട്ട് കുളിച്ച് വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം അല്പം കുറച്ച് മാവില ഒരു മാലയാക്കി കൊണ്ടുവന്ന് പ്രധാന വാതിലിൽ തൂക്കിയിടുന്നത് ഉത്തമമാണ്. അത് പിന്നെ കരിഞ്ഞ് ഉപയോഗശൂന്യമാകും എന്ന് ഉറപ്പായതിനു ശേഷമേ അവിടുന്ന് അത് ഒഴിവാക്കാനും പാടുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്യേണ്ടതാണ് നാളത്തെ ദിവസം. ഇവിടെ 4 ഗ്രഹങ്ങൾ പഞ്ചമഹായോഗം ഉണ്ടാകുന്നുണ്ട്. ആദിത്യ യോഗമൊക്കെ ഇവിടെ രൂപം കൊള്ളാൻ പോവുകയാണ് നാളത്തെ ദിനത്തിൽ. അത് കുറച്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെയധികം, അതായത് 12 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ നാളെ മുതൽ വളരെയധികം മാറ്റത്തെ ഇത് പ്രദാനം ചെയ്യുന്നതാണ്. അഭാഗ്യശാലികളായ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണുക. നാളെ അക്ഷയതൃതീയ ദിനത്തിൽ ഭാഗ്യം തുടങ്ങുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ 3 നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രം എന്നീ നക്ഷത്രങ്ങളാണ്. ജോലിസ്ഥലത്ത് നേട്ടമുണ്ടാകുന്ന അല്ലെങ്കിൽ കർമ്മമേഖലാ നേട്ടം നാളെ മുതൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഏതു കാര്യങ്ങളും മികച്ച രീതിയിൽ പ്രവർത്തിച്ചു പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കഷ്ടകാലം മാറുകയാണ്. നാളെ മുതലുള്ള സമയം ധനധാന്യ സമൃദ്ധി തുടങ്ങുകയാണ്. ഒരുപാട് നാളായി ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളുണ്ട് മനസ്സിൽ. അതെല്ലാം ഒരു നിമിഷം കൊണ്ട് ചെയ്തു തീർക്കാമെന്നല്ല, അതിന് ഏതായാലും പടിപടിയായി തുടങ്ങി വെക്കാൻ സാധിക്കും. അല്പം വസ്തു വാങ്ങിക്കണമെന്ന് ആഗ്രഹിച്ചു, അല്ലെങ്കിൽ ഒരു വാഹനം, സെക്കൻഡ് ഹാൻഡ് ആണെങ്കിൽ പോലും ഒരു വാഹനം വാങ്ങണമെന്ന് ആഗ്രഹിച്ചു, അല്ലെങ്കിൽ പോട്ടെ ഒരു സൈക്കിളെങ്കിലും വാങ്ങണമെന്ന് വിചാരിച്ചു. ഇതൊന്നും നടക്കുന്നില്ല എന്നിരുന്ന ആ ഒരു അവസ്ഥയ്ക്ക് നാളെ മുതൽ മാറ്റം വരികയാണ്. തൊഴിൽ രംഗത്ത് വളരെയധികം ഉന്നതി ഉണ്ടാകും. ജോലി ഇല്ലാതെ വിഷമിക്കുന്നവർക്ക് ജോലി ലഭിക്കും. സ്ഥാനക്കയറ്റം ഉണ്ടാകുന്നതാണ്. നേട്ടങ്ങൾ നിരവധി നിങ്ങളുടെ ജീവിതപാതയിലേക്ക് എത്തുന്നതാണ്. മാനസികമായി നേരിട്ടിരുന്ന എല്ലാ പ്രയാസങ്ങളും നാളെ മുതൽ അകലുകയാണ് കേട്ടോ. നേട്ടത്തിൻ്റെ സമയമാണ്. അതേപോലെ തന്നെ കുടുംബത്തോടൊപ്പം സന്തോഷകരമായ യാത്രകൾ പോകാനുള്ള ഭാഗ്യം തെളിയുന്നതാണ്. കുടുംബത്ത്
നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ അകലുന്നതാണ്. ദമ്പതികൾക്കിടയിലെ ബുദ്ധിമുട്ടുകൾ അകലുന്നതാണ്. എത്രയധികം പ്രതിസന്ധികൾ നിങ്ങളിൽ നിലനിന്നിരുന്നോ ആ പ്രതിസന്ധികളൊക്കെയും മാറി മുന്നോട്ടുള്ള നിങ്ങളുടെ പാത സന്തോഷകരവും സമാധാനപരവുമായി മുന്നോട്ട് പോകുന്നതിന് നാളത്തെ ദിനം മുതൽ തുടക്കമാകാൻ പോവുകയാണ്. സമാധാനമായിരിക്കും, സന്തോഷമായിരിക്കും, നല്ലൊരു ദിവസം നാളെ മുതൽ ആരംഭമാവുകയാണ്. അക്ഷയതൃതീയ ദിനത്തിൽ ഭാഗ്യം തുടങ്ങുന്ന നക്ഷത്രക്കാരിൽ അടുത്ത നക്ഷത്രങ്ങൾ വിശാഖം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ്. വിദ്യ കൊണ്ട് വിജയം കൊയ്യുവാൻ നാളത്തെ ദിനം മുതൽ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സമയത്തിൽ എന്തെങ്കിലുമൊക്കെ എക്സാമുകൾക്ക് പോകുന്നുണ്ട്, ഇൻ്റർവ്യൂസിന് പോകുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നു, ഇതിനൊക്കെ നല്ല സമയം തുടങ്ങുകയാണ്. സ്കോളർഷിപ്പോടുകൂടി പഠിക്കാനുള്ള അവസരം കുട്ടികൾക്ക് ലഭിക്കുന്നു. ഇപ്പോൾ എക്സാമിൻ്റെ റിസൾട്ടൊക്കെ വരാൻ പോകുന്ന സമയമായതിനാൽ തന്നെ ഇനി എന്ത് പഠിക്കണം അല്ലെങ്കിൽ വിദേശത്ത് പോയി പഠിക്കണമെന്നൊക്കെ ആഗ്രഹമുള്ള കുട്ടികൾ കാണും. അവരുടെയൊക്കെ ആഗ്രഹം പൂർത്തീകരിക്കപ്പെടാൻ പോകുന്ന സമയത്തിന് നാളെ മുതൽ തുടക്കമാകുകയാണ്. പഠനം പൂർത്തീകരിക്കാൻ സാധിക്കാതെ വിഷമിക്കുന്ന ചില ആളുകളുണ്ട്. അതായത് എന്തെങ്കിലും നമുക്ക് സാമ്പത്തിക തടസ്സങ്ങൾ, ആരോഗ്യ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ സഹായിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയൊക്കെ ഉണ്ടാകും ഇതിന് പിന്നിൽ. അപ്പോൾ അതൊക്കെ നാളത്തെ ദിവസം മുതൽ മാറുകയാണ്. സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താൻ നിങ്ങൾക്ക് സാധിക്കുന്ന സമയമാണ്. കടബാധ്യതകൾ, കടങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ദാരിദ്ര്യം ഇതിൽ നിന്നൊക്കെ ഒരു മോചനത്തിന് തുടക്കമാകാൻ പോവുകയാണ് നാളത്തെ ദിവസം മുതൽ. പലരിൽ നിന്നും സാമ്പത്തികമായി ഒരുപാട് കടം വാങ്ങിക്കേണ്ട അവസ്ഥകൾ വന്നു കഴിഞ്ഞു. അതൊക്കെ ഇനി എങ്ങനെ തിരിച്ചു കൊടുക്കും എന്ന് ആലോചിക്കുമ്പോൾ ബാലികേറ മലയായി മുന്നിൽ നിൽക്കുകയാണ് അതൊക്കെ. എന്നാൽ അതിനൊക്കെ വഴി നാളത്തെ ദിനം മുതൽ തുറക്കുകയാണ്. ധൈര്യമായിരിക്കൂ. ഭാഗ്യം നാളത്തെ ദിനം മുതൽ, അതായത് അക്ഷയ തൃതീയ, ഈ 2025 ഏപ്രിൽ 30 ബുധനാഴ്ച ദിനം മുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭാഗ്യവുമായിട്ടാണ് കടന്നു വരുന്നത്. നാളെ അക്ഷയ തൃതീയ ദിനത്തിൽ ഭാഗ്യം തുടങ്ങുന്ന നക്ഷത്രക്കാരിൽ മറ്റു 3 നക്ഷത്രങ്ങൾ കാർത്തിക, രോഹിണി, മകീരം എന്നീ നക്ഷത്രങ്ങളാണ്. ലാഭത്തിൻ്റെ സമയം തുടങ്ങുകയാണ്. നഷ്ടത്തിലായിരുന്ന അല്ലെങ്കിൽ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് വളരെയധികം മാറ്റത്തിൻ്റെ സമയം തുടങ്ങുകയാണ്. പുതിയ ബിസിനസ് തന്ത്രങ്ങൾ അല്ലെങ്കിൽ പുതിയ ബിസിനസ് ആശയങ്ങൾ ഒക്കെ രൂപീകൃതമാകാൻ പോകുന്ന സമയമാണ് നാളെ മുതൽ തുടങ്ങുന്നത്. നാളത്തെ ദിവസം മുതൽ എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ബിസിനസ് ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ ഒരു വ്യാപാരിയാണെങ്കിൽ പോലും നിങ്ങളുടെ ആ ഒരു സ്ഥാപനത്തിലേക്ക് എന്തെങ്കിലും പുതിയ സാധനങ്ങൾ നാളെ മുതൽ വാങ്ങിച്ചു വയ്ക്കാനൊക്കെ ഒന്ന് ശ്രമിക്കുക. അത് സെയിലായി പോയിക്കൊള്ളും. കാരണം നാളെ പുതിയ പല കാര്യങ്ങൾ ചെയ്യുന്നതിന്, പുതുമയുള്ള പല കാര്യങ്ങൾ ചെയ്യുന്നതിന് ഉത്തമമായ ദിവസമാണ്. കൂടാതെ നിങ്ങൾ, അതായത് ഇടവം രാശിയിലുള്ള നിങ്ങൾ ഗണപതി ക്ഷേത്ര ദർശനം നാളത്തെ ദിവസം തീർച്ചയായും ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. കൂടാതെ പങ്കാളിത്ത ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് നല്ല സമയം നാളെ മുതൽ തുടങ്ങുകയാണ്. സാമ്പത്തികപരമായി വളരെയധികം നേട്ടത്തിൻ്റെ സമയമാണ്. എല്ലാവിധ പ്രതിസന്ധികളും മാറും. അതാണ് ഈ അക്ഷയ തൃതീയ ദിനം മുതൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ആ മഹാഭാഗ്യമെന്നത്. അക്ഷയ തൃതീയ ദിനത്തിൽ മഹാഭാഗ്യം തുടങ്ങുന്ന നക്ഷത്രക്കാരിൽ അടുത്ത നക്ഷത്രങ്ങൾ അവിട്ടം, ചതയം, പൂരുരുട്ടാതി എന്നീ നക്ഷത്രങ്ങളാണ്. വ്യാഴത്തിൻ്റെ അനുഗ്രഹം നാളെ മുതൽ നിങ്ങൾക്കുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നേട്ടങ്ങൾ വർദ്ധിക്കുന്നതാണ്. പ്രതീക്ഷിക്കാത്ത പല മേഖലകളിൽ നിന്നും സൗഭാഗ്യങ്ങൾ, സഹായങ്ങൾ എന്നിവ നിങ്ങൾക്ക് നേർക്ക് വരുന്നതാണ്. സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ ഏറെ നാളുകൾക്ക് ശേഷം നാളെ മുതൽ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ബിസിനസ്സിലായാലും കർമ്മ മേഖലയിലായാലും നേട്ടങ്ങൾ വർദ്ധിക്കുന്നതാണ്. സ്വന്തമായി പലതും ചെയ്യാൻ എനിക്ക് സാധിക്കും, നല്ല കാര്യങ്ങൾ ചെയ്ത് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ എനിക്ക് സാധിക്കും എന്ന ഒരു ആത്മവിശ്വാസം നാളെ മുതൽ വർദ്ധിക്കുന്നതാണ്. ജോലിസ്ഥലത്ത് ഉന്നതരായ ആളുകളെ പരിചയപ്പെടാനും അവരുമായി മുന്നോട്ട് ധൈര്യസമേതം പോകാനും, അതായത് അതുകൂടാതെ ജോലിസ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ മേലുദ്യോഗസ്ഥരുമായോ സഹപ്രവർത്തകരുമായോ നിലനിന്നിരുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതാണ്. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ഉത്തമമായ ജോലി ലഭിക്കാനുള്ള സഹായം ഉണ്ടാകുന്നതാണ്. അതായത് ചിലപ്പോൾ സുഹൃത്തുക്കളിൽ നിന്നോ അല്ലെങ്കിൽ ഇന്നലെ വരെ ശത്രുവായിരുന്ന ഒരു വ്യക്തിയിൽ നിന്നോ ഒക്കെ ആകാം ഇനി നിങ്ങൾക്ക് ചിലപ്പോൾ സഹായം ലഭിക്കുക. അതായത് ആരെങ്കിലുമൊക്കെ സഹായ ഹസ്തവുമായി നിങ്ങൾക്ക് നേർ വരുന്നതായിരിക്കും. കാരണം അത്രയ്ക്ക് നല്ല സമയം, ഒരു തുടക്കം നാളെ മുതൽ ഉണ്ടാകുകയാണ്. ആഗ്രഹിച്ച കോഴ്സൊക്കെ ചെയ്യാനുള്ള ഭാഗ്യമുണ്ടാകുന്നതാണ്. പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾക്ക് ജോലിക്ക് നമ്മൾ ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട്, നല്ല മാർക്കോടൊക്കെ പഠിച്ചിറങ്ങിയിട്ടും ജോലി ലഭിക്കാതെ വലയുന്നു. പക്ഷേ ഇവിടെ നാളെ മുതൽ നിങ്ങൾക്ക് ഒരു നല്ല സമയം, അടുത്തൊരു വർഷക്കാലം എന്ന് തന്നെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അടുത്തൊരു
വർഷക്കാലം നിങ്ങൾക്ക് ജോലി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒന്നും ഉണ്ടാവുകയില്ല. നാളെ മുതലൊരു തുടക്കം ഉണ്ടാവുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ. അതുകൊണ്ട് നിങ്ങളും നാളത്തെ ദിവസം ഗണപതി ക്ഷേത്ര ദർശനം നടത്തേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ഒരു തുടക്കം പ്രാർത്ഥിക്കുക, ആ ക്ഷേത്രത്തിൽ നടയിൽ ചെന്ന് നിന്ന് പ്രാർത്ഥിക്കുക. ദൈവമേ, എൻ്റെ മനസ്സിൽ ആഗ്രഹിക്കുന്ന പോലെ ഉത്തമമായ ഒരു ജോലി ലഭിക്കാൻ എന്നെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിച്ച് എന്ത് വഴിപാടാണോ നിങ്ങൾക്ക് സാധിക്കുന്നത് അത് ചെയ്യുക. ഈ ഒരു വർഷക്കാലത്തിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിച്ച എല്ലാ നേട്ടങ്ങളും നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ നാളെ എന്ന ദിവസം, അതായത് ഈ 4 ഗ്രഹങ്ങളുടെ രാശിമാറ്റം നിമിത്തം സാധിക്കുന്നതാണ്. മഹാഭാഗ്യ സമയം തന്നെയാണ് നാളെ മുതൽ ആഗതമാകാനായി പോകുന്നത്. ധൈര്യസമേതം മുന്നോട്ട് പോയിക്കൊള്ളൂ. പ്രാർത്ഥനകൾ അനിവാര്യമായി വേണ്ടുന്ന സമയങ്ങളാണ് ഇപ്പോഴും എപ്പോഴും. അപ്പോൾ ഈ പ്രാർത്ഥനകളാണ് നിങ്ങളെ ഈ നേട്ടത്തിലേക്ക് എത്തിച്ചതെന്ന ബോധത്തോടു കൂടി ധൈര്യമായി ഇനിയും മുന്നോട്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയിക്കൊള്ളുക. അപ്പോൾ വീഡിയോ തുടങ്ങുമ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ നാളത്തെ ദിവസം ചെയ്യേണ്ടതായി പറഞ്ഞിട്ടുണ്ട്. അതും നിങ്ങൾ ചെയ്യുക. വളരെയധികം നേട്ടമുണ്ടാകുന്നതാണ്. പിന്നെ ക്ഷേത്ര ദർശനം കഴിയുന്നവർ മുടങ്ങാതെ ചെയ്യുക. അതുപോലെ തന്നെ കുടുംബക്ഷേത്ര ദർശനവും അനിവാര്യം തന്നെയാണ്. നാളത്തെ ദിവസം കഴിയുന്നത് അങ്ങനെയും പോകാവുന്നതാണ്. എങ്ങനെയായാലും പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകുന്ന ഓരോ നിമിഷവും ഐശ്വര്യവും ഭാഗ്യവും നിങ്ങൾക്കൊപ്പം തന്നെ ഉണ്ടാകുന്നതാണ്. നന്ദി.